മേലെ വാനിലെ കിളികളായി ചേരാം മാറിവിൽ ചെരുവിലായി ഇനി ഒന്നായി ഒന്നായി കാണാം കനവേ ഹോ. ഇന്ന് ഞാൻ ഈ വൈകുന്നേരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയത്തിന്റെ ഫ്രണ്ടിൽ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? സാധാരണഗതിയിൽ എപ്പോഴും ഞങ്ങൾ ബ്രില്യൻറ്റുകാർ ഞങ്ങളുടെ കുട്ടികളെ കാണാനാണ് മെഡിക്കൽ കോളേജിൽ എത്താറുള്ളത്. ഇന്നും അങ്ങനെയാണ്. പക്ഷെ എങ്കിലും അതിനകത്തൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? LKG മുതൽ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു. 10ാം ക്ലാസ് വരെ സ്കൂളുകൾ മാറാതെ, ക്ലാസ്സുകൾ പോലും മാറാതെ ഒരേ ബെഞ്ചിൽ ഒരുമിച്ച് പഠിക്കുന്നു. ഈ 10ാം ക്ലാസ് വരെയുള്ള പഠനത്തിനിടയിൽ വീട്ടുകാരും കൂട്ടുകാരും ഒരുമിച്ച് തന്നെ എനിക്ക് ഡോക്ടർ ആകണം എന്ന് സീരിയസ് ആയിട്ട് ആലോചിച്ച് ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് വന്നു ചേരുന്നു. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ബ്രില്യനിന്റെ ഫൗണ്ടേഷനിലും അവർ 4 പേരും ഒരുമിച്ച് തന്നെ പഠിക്കുന്നു. ഇനി ഫൗണ്ടേഷൻ കഴിഞ്ഞ് SFS പബ്ലിക് സ്കൂളിൽ +1 +2 അഡ്മിഷൻ എടുക്കുമ്പോഴും അവിടെ നിന്ന് ബ്രില്യൻറ്റിന്റെ റെസിഡൻഷ്യൽ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോഴും 4 പേർക്കും മറ്റൊരു തീരുമാനം ഇല്ലായിരുന്നു. ഒരുപക്ഷെ ഏറ്റവും ചെറുതിലേ മുതൽ ഇവർ 4 പേരും ഒരു ഡോക്ടർ മോഹം കൊണ്ടുവന്നവരല്ല. മറിച്ച് ഇതിൽ 1-2 ആൾക്കാരുടെ ആഗ്രഹം മാത്രമായിരുന്നു ഡോക്ടർ ആവുക എന്ന്. പക്ഷേ അവരങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ എല്ലാവരും ഇത് തന്നെയാണ് എൻ്റെ വഴി എന്ന് സെലക്ട് ചെയ്ത് റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷനും എടുത്തു. ഒരു പക്ഷേ LKG മുതൽ 14 വർഷം ഒരുമിച്ച് പഠിച്ച് മെഡിക്കൽ കോളേജിലും ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുക, അത് വളരെ അപൂർവമായൊരു നേട്ടമാണ്. ആ നേട്ടം കൈവരിച്ച 4 കുട്ടികൾ, 4 പഞ്ചവർണ്ണ കിളികൾ, അവരെ കാണാനാണ് ഇന്ന് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് അവരെ കാണാം. എങ്ങനെയാണ് അവർ ഈ നേട്ടം കൈവരിച്ചതെന്നും ഒരുപക്ഷെ കൂട്ടുകൂടി നടന്നാൽ ചീത്തയാകുമെന്ന് കരുതുന്നവർക്കും നമുക്ക് അതൊരു പാഠമായിട്ട് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. ഈ 4 പേരെയും ഇന്ന് കാണാൻ നമുക്ക് ഒരുമിച്ച് തന്നെ പോകാം. പോവാം. ഹലോ, എന്നെ അറിയാവോ? പിന്നെ ചോദ്യമല്ലേ. ഞാൻ പറഞ്ഞ 4 സംഘം, ഇവര് ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? മോളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേ. എൻ്റെ പേര് മെറിൻ റിസ റോയ്. എൻ്റെ വീട് ഇവിടെ ഏറ്റുമാനൂർ തന്നെയാണ്. എൻ്റെ പേര് തേജ ടെസ ജോർജ്. ഞാനും കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നാണ്. എൻ്റെ പേര് ആകർഷ. ഞാനും ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ടെസ. ഞാൻ ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു. സൗഹൃദം എന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ സുഹൃത്തുക്കളായ 4 പേർ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ 1ാം വർഷ വിദ്യാർത്ഥികളായി ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുമ്പോൾ ഇവരെയും എന്നെയും ബന്ധിപ്പിക്കുന്ന ഒരു കോമൺ ഫാക്ടറുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ. നിങ്ങൾ ഏത് വർഷമാണ് ഒരുമിച്ച് ബ്രില്യൻറ്റിൽ വന്നത്? ഞങ്ങൾ ഫൗണ്ടേഷനാണ് ഒരുമിച്ച് വന്നത് 7ാം ക്ലാസ് തൊട്ട്. അപ്പം ആ സമയം തൊട്ടേ ഞങ്ങൾക്ക് ബ്രില്യൻറ്റുമായിട്ടുള്ള ബന്ധമുണ്ട്. മോനെ, അപ്പോൾ ആ ബന്ധത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താ? ഓർമ്മിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം? ആദ്യമേ തന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സും കോർഡിനേറ്റേഴ്സുമാണ്. ഫൗണ്ടേഷനിൽ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ടോബി സാറ്, പിന്നെ +1 +2 ആയപ്പം ഡോണ മാം, പിന്നെ ഞങ്ങളുടെ കോർഡിനേറ്റർ സെബാസ്റ്റ്യൻ സാർ, പിന്നെ നമ്മളുടെ ഡയറക്ടേഴ്സ്, ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ ക്ലാസ്സസൊക്കെ വളരെ ഇൻട്രാക്റ്റീവ് ആയിരുന്നു, ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും. പിന്നെ നമ്മളുടെ ടെസ്റ്റുകൾ, ഇതൊക്കെയാണ് ഞങ്ങളെ ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് ആദ്യമേ തന്നെ ഓർമ്മയിൽ വരുന്നത്. ഇനി എനിക്കറിയേണ്ടത് വേറെ ചില കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങളുടെ ആ ചെറിയ കാലം തൊട്ട് ഇതുവരെ എത്തിയ ഒരു നല്ലൊരു സ്വീറ്റ് മെമ്മറി നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ എവിടെ പോയിരുന്നു സംസാരിക്കാം? നമുക്ക് ബട്ടർഫ്ലൈ പാർക്കിലേക്ക് പോവാം. ബട്ടർഫ്ലൈ പാർക്ക് എന്തുവാണ് അത്? അത് ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസ് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. 4 മണിക്ക് കാറ്റ് കൊള്ളാനും ഞങ്ങളെല്ലാവരും പോയിരിക്കുന്ന, പറന്ന് നടക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. നിങ്ങൾ ചില്ല് ചെയ്യുന്ന സ്ഥലമാണോ? അതെ അതെ. അവിടെ കൊണ്ടുപോകുന്നെ. പിന്നെ അവിടെ പോയി ബാക്കി അറിയാം. നിങ്ങൾ ഞങ്ങളോട് വരണം കേട്ടോ. ഇവരുടെ ലൈഫ് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഇവർക്ക് പറയാനുള്ളത്. കാരണം ഏറ്റവും ചെറുതിലേ തൊട്ട് ഇതുവരെ ഒന്നിച്ച് നടന്ന് ഇപ്പോഴും ഒന്നിച്ച് നടക്കുന്ന 4 പേർ. ഇവരുടെ കഥ നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ഈ പൂഞ്ചെരുവിൽ നിഴലേകിടുമോ നിലവേ നിലവേ, മേലെ വാനിലെ കിളികളായി ചേരാം
ചെരുവിലായി ഇനിയൊന്നായി ഒന്നായി കാണാം കനവേ. എടാ അപ്പോൾ നിങ്ങൾ ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ചിട്ട് ഇടയ്ക്കൊന്ന് വിശ്രമവേള ആനന്ദകരമാക്കാൻ വരുന്ന സ്ഥലമാണ് അല്ലേ? എന്താണ് ബട്ടർഫ്ലൈ പാർക്ക് അല്ലേ? മോനെ അപ്പം ഇവിടെ വെച്ച് തന്നെ ആദ്യത്തെ കാര്യം ചോദിക്കാം. മെറിൻ മോളെ നിങ്ങൾ LKG തൊട്ട് ഒരുമിച്ചാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ LKG സമയത്തൊക്കെ നമുക്ക് ആരാണ് നമ്മുടെ ഫ്രണ്ട്, അല്ലെങ്കിൽ എന്താണ് ഫ്രണ്ട് ആണെങ്കിൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. നമ്മുടെ മനസ്സിൽ അതൊന്നും വലുതായിട്ടൊന്നും ലോഡ് ചെയ്യുന്ന ഒരു സമയമല്ല. എങ്കിൽ പോലും ഈ പറയുന്ന പോലെ ആകർഷയാണ് എൻ്റെ ഫ്രണ്ട്, അല്ലെങ്കിൽ ആകർഷയെ ഞാൻ കണ്ടു എന്ന് എപ്പോഴായിരിക്കും മോക്കത് ഓർക്കാൻ പറ്റുന്നത്? എപ്പോഴാണ് അതൊരു രജിസ്റ്റർ ആയത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഹോളി ക്രോസ് വിദ്യാസദൻ തെള്ളകം എന്ന് പറഞ്ഞ സ്കൂളിൽ LKG തൊട്ട് 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചാണ്. പിന്നീട് 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും SFS പബ്ലിക് സ്കൂൾ ഏറ്റുമാനൂരിലാണ് ഞങ്ങൾ രണ്ടുപേരും പഠിച്ചത്. അപ്പോൾ അത്രയും കാലം ഒരു 12-14 കൊല്ലം ഒരുമിച്ച് പഠിച്ചു. അപ്പോൾ എൻ്റെ ഓർമ്മ തൊട്ട് ചെറുപ്പം തൊട്ട് തന്നെ എനിക്ക് ആകർഷനെ അറിയാം. പിന്നീട് ഞങ്ങൾ 8ാം ക്ലാസ് തൊട്ട് ഫൗണ്ടേഷൻ ഒരുമിച്ച് ബ്രില്യൻ്റ് പഠിക്കുന്നു. അപ്പോൾ നല്ല പരിചയമുള്ള ഒരാൾ തന്നെയാണ് ആകർഷ. ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ ചെറുപ്പം തൊട്ടേ നല്ല കൂട്ടുകെട്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. സോ എടാ, അപ്പോൾ ഓരോ വർഷവും എനിക്ക് തോന്നുന്നു പ്രൊമോഷൻ കിട്ടി അടുത്ത ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആകർഷയെ കാണുന്നുണ്ടല്ലേ? അപ്പോൾ ഓരോ പ്രാവശ്യം ആകർഷയുടെ അടുത്തായിരിക്കും ആദ്യം പോയിരിക്കുന്നതും സംസാരിക്കുന്നതും കൂട്ടുകൂടുന്നത്. ആ കൂട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഏറ്റവും കൂടുതൽ ഇന്റിമേറ്റ് ആയി അങ്ങനെ ഒന്ന് ഓർത്തെടുക്കാൻ ഇന്നതുകൊണ്ടാണ് ഇവള് തന്നെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇവള് മതി, അല്ലെങ്കിൽ ഇവളെങ്ങോട്ടും പോകണ്ട, കൂടെ വേണം, അങ്ങനെ തോന്നിയ സമയമുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ തോന്നിയ സമയം ഞങ്ങൾ എല്ലാ വർഷം കാണുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ അംബീഷൻ സെയിം ആയിരുന്നു. ഞങ്ങൾ ഡോക്ടർ എന്നുള്ള കോമൺ അംബീഷനിൽ പോകുന്ന 2 ആൾക്കാരായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സീരിയസ് ഡിസ്കഷൻസ് വരുന്നത് നമ്മൾ ഫൗണ്ടേഷനുള്ള ഒരു പ്രിപ്പറേഷൻ ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് എഴുതുന്നത്. പിന്നെ ആകർഷയുടെ അമ്മ സരിത മാഡം ഞങ്ങളിവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഈ ഫസ്റ്റ് ഇയറിൽ തന്നെ ഫിസിയോളജിയിൽ മാം അസോസിയേറ്റ് പ്രൊഫസറാണ്. അപ്പോൾ അങ്ങനെ കുറേ ബന്ധങ്ങൾ, ആ ഒരു കോമൺ അംബീഷൻ അതുവഴി അപ്പോഴാണ് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഡീപ്പായത്. മോളെ ആകർഷ, അപ്പോൾ ഈ ഒരു ഫ്രണ്ടിന് ഈ പറഞ്ഞ പോലെ എപ്പോഴൊക്കെയോ നമ്മൾ കണ്ടു, എല്ലാ വർഷവും കാണുന്ന ഒരു കുട്ടി, അതിനപ്പുറം ഞങ്ങൾ സീരിയസ് ആയിട്ട് ഫൗണ്ടേഷനൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് മെറിൻ പറഞ്ഞു ഡോക്ടറും കൂടെ ആകണം എന്നൊരു സ്വപ്നം വന്നപ്പോഴാണ് എന്നാൽ ഒരേ ആഗ്രഹമുള്ള ഞങ്ങൾക്ക് ഒരുമിച്ച് നടക്കാമെന്ന് തോന്നിയെന്നാണ് മെറിൻ പറഞ്ഞത്. മോൾക്ക് മെറിൻ എന്ന ഒരു ഫ്രണ്ട് അത് എപ്പോഴാണ് രജിസ്റ്റർ ചെയ്ത് ശരിക്കും ഇവൾ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ചലിക്കുന്നു, നമുക്ക് ഒരുമിച്ച് എന്നാൽ നടക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഒരു തീരുമാനം എടുത്തത്? നിങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരിക്കണമല്ലോ ഈ കോട്ടയം മെഡിക്കൽ കോളേജും സെലക്ട് ചെയ്തത്. ശരിക്കും ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു തിക്നെസ് കൊണ്ട് തന്നെ സെലക്ട് ചെയ്ത് വന്നതാണോ, അതോ റാൻഡംലി കുഴപ്പമില്ല എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പഠിക്കണം എന്നുള്ള രീതി വന്നതാണോ? മെയിനായിട്ട് ഫൗണ്ടേഷന് ഞങ്ങൾ ഒരുമിച്ചാണ് സെൻറ്റർ എടുത്തത്. മാന്നാനം സെൻറ്ററിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ അപ്പം മുതലേ ബ്രില്യൻറ്റിനായിട്ടുള്ള നീറ്റിനായിട്ടുള്ള പ്രിപ്പറേഷൻ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എവിടെയാണ് ഏത് കോളേജാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നമ്മൾ ആലോചിച്ചപ്പം വീടിൻ്റെ അടുത്തുള്ള ഒരു കോളേജ് എടുക്കാമെന്ന് തീരുമാനിക്കുകയും ഒരുമിച്ച് തന്നെ പഠിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ബ്രില്യൻ്റ് എടുക്കാനുള്ള തീരുമാനവും രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് അഡ്മിഷൻ കിട്ടണം, അതിനുവേണ്ടി നമുക്ക് ഇന്നടത്ത് പോകാമെന്ന തീരുമാനവും ഒരുമിച്ച് തന്നെ ആയിരുന്നോ? അതെ, ഞങ്ങൾ ഒരുമിച്ചാണ്. ബ്രില്യൻ്റ് ആയിരുന്നു ആ ഒരു സമയത്ത്. ബ്രില്യൻ്റ് തന്നെ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് നീറ്റ് കോച്ചിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ആ ഒരു തീരുമാനം എടുത്തത്. അപ്പം ഇപ്പോൾ ഈ ഒന്നിച്ച് ഈ മെഡിക്കൽ കോളേജിൽ കയറിയപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കാരണം 12 വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. LKG മുതൽ ഒന്നിച്ച് പഠിച്ച് വളർന്ന് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ആഗ്രഹങ്ങൾ പോലും എവിടെയും കൈവിട്ടു പോവാതെ ഒരുമിച്ച് വന്നപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചേർന്ന് നിന്ന് രണ്ടുപേരും കൂടെ പറയുമ്പോൾ നമുക്ക് എന്ത് തോന്നണം? വളരെ സന്തോഷമുണ്ട്. സാധാരണ ഒരു പുതിയ സ്ഥലത്ത് പുതിയൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ആശങ്കയായിരുന്നു ഒരു ഫ്രണ്ടിനെ കിട്ടുക എന്നുള്ള കാര്യം. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് 4 പേർക്കായാലും ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല. കാരണം നേരത്തെ മുതൽ ചെറുപ്പം മുതലേ അറിയാവുന്ന ആൾക്കാരുണ്ടായിരുന്നു. മെറിനോടും ആകർഷയോടും ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വേറൊരു രീതിയിൽ LKG തൊട്ട് ഒന്നിച്ച് പഠിച്ച 2 പേര് അല്ലേ? തേജയും ടെസയും ഒരുമിച്ച് അത്രയും കൂട്ടായിട്ട് പഠിച്ചു വരുമ്പോൾ പെട്ടെന്ന് 8ാം ക്ലാസ് തൊട്ട് വേറെ 2 പേര് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്നതാണ്. പിന്നെ അവിടെ തൊട്ട് 8, 9, 10, 11, 12 ഒരുമിച്ച് പഠിക്കുന്നു. ഒരേ സ്ഥലത്ത് എൻട്രൻസിന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അവിടുന്ന് മെഡിസിനിലേക്ക് വരുന്നു. അപ്പോൾ എനിക്കറിയേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ചുവടുവെച്ച് തുടങ്ങിയത്, അതിലേക്ക് ഇവരെങ്ങനെയാണ് കടന്നത്? എനിക്ക് ടെസ്സാനെ ചെറുപ്പം മുതലേ അറിയാം. പള്ളിയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും എവിടെ പോയാലും എപ്പോഴും ഉള്ളൊരു ഫെമിലിയർ ഫേസ് ടെസ്സയുടെ ആയിരുന്നു. പിന്നെ എൻ്റെ പേരിൻ്റെ 2ാമത്തെ പേര് ടെസ്സാണ്, തേജ ടെസ്സ ജോർജ് എന്ന്. അപ്പം ചുറ്റുമുള്ള ആൾക്കാർക്കാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ കൺഫ്യൂഷനും എപ്പോഴും ഒരുമിച്ച് നടക്കുന്നു, ഒരേ രീതിയിലുള്ള പേര് അങ്ങനെ മാറിപ്പോയായിരുന്നു. അപ്പം ചെറുപ്പം തൊട്ടേ ടെസ്സ ഭയങ്കര ഒരു തിക് ഫ്രണ്ടായിരുന്നു. സ്കൂളിൽ ആണെങ്കിലും ഒക്കെ ഭയങ്കര ഫ്രണ്ടായിരുന്നു. പിന്നെ
ഫൗണ്ടേഷൻ വന്നപ്പം മെറിനെ എനിക്ക് പരിചയമുണ്ടായിരുന്നു, പള്ളിയിൽ വെച്ച് ചെറുതായിട്ട് കണ്ടു. പക്ഷേ ഫൗണ്ടേഷൻ തൊട്ടാണ് ഇവരെ നല്ലതായിട്ട് പരിചയപ്പെടുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞ ഇവിടെയും ഒരു ട്രയാങ്കിൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പൊ 4 പേര് എങ്ങനെ പറഞ്ഞാലും LKG തൊട്ടേ കണ്ടു വളർന്നവരാണ്. പിന്നെ +1 +2 ആയപ്പോഴാണ് എനിക്ക് ഇവർ 3 പേരുമായിട്ട് ഭയങ്കര ഒരു തിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത്. ഞങ്ങൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്നു, സാറുമാർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നു, ഒരു എക്സാമിനേഷന് തെറ്റുന്ന ക്വസ്റ്റ്യനുകൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പം ഇവരുടെയൊക്കെ 4 രീതിയിലുള്ള പോയിന്റ് ഓഫ് വ്യൂ നമ്മളൊരു ക്വസ്റ്റ്യനിൽ കണ്ടെത്തുന്നു. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു പ്രിപ്പറേഷൻ്റെ സമയത്ത്. പിന്നെ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് കിട്ടിയെന്ന് പറഞ്ഞപ്പം അതിനേക്കാളും വലിയ സന്തോഷമായിരുന്നു. ഇപ്പം മെറിന് നല്ല മാർക്കുണ്ടായിരുന്നു, മെറിന് വേറെ കോളേജ് ചൂസ് ചെയ്യായിരുന്നു. പക്ഷേ മെറിന് ഇവിടെ തന്നെ വന്നതറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായിരുന്നു. പിന്നെ ഞാനിവിടെ ആദ്യമേ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പം ആകർഷയുടെ അമ്മേനെ കണ്ടായിരുന്നു, സരിതാ മാമിനെ എന്നെ മനസ്സിലായിരുന്നു സ്കൂളിൽ വെച്ച് കണ്ടപ്പം. അപ്പോൾ സരിതാ മാം പറഞ്ഞാൽ തേജ ഇവിടെ വന്നല്ലോ, ആകർഷയ്ക്ക് ഭയങ്കര സന്തോഷമായി, നമുക്ക് 4 പേർക്ക് ഒരുമിച്ച് കിട്ടി. അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് റൈറ്റ് ഡിസിഷൻ ആയിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ്. ചുരുക്കത്തിൽ പറഞ്ഞ ആ ഒരു മെഡിക്കൽ പ്രൊഫഷൻ എന്ന ഡിസിഷൻ പോലും ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. കാര്യം എനിക്കങ്ങനെ ഉറപ്പൊന്നുമില്ലായിരുന്നു. MBBS തന്നെയായിരുന്നു എനിക്ക് വേണ്ടത്. പിന്നെ ബ്രില്യൻറ്റ് വന്നപ്പോഴാണ് ആ ഒരു എൻട്രൻസിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ ഇവരുടെയൊക്കെ ആ ഒരു ഡിസ്കഷൻ ഇവരുടെ കൂട്ടത്തിൽ നടന്നപ്പോഴാണ് MBBS ഇച്ചിരിയും കൂടെ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി ഇത് ചൂസ് ചെയ്തത്, ഈ കോഴ്സ്. അതെ, നോർമലി നമ്മൾ ഈ പറയുന്നത് നിങ്ങൾ 4 പേരും SFS പഠിച്ച ബ്രില്യന്റിന്റെ റെസിഡൻഷ്യൽ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് പഠിച്ചു വന്നവരാണ്. അപ്പോൾ അവിടെ എല്ലാം നിങ്ങൾ ഈ പറയുന്ന പോലെ ഇപ്പം എനിക്ക് തേജ പറഞ്ഞ ഒരു കാര്യം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയത്, പലപ്പോഴും നമ്മൾ എൻട്രൻസ് പോലുള്ള ഒരു ഇതിനൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ വിചാരം ഓക്കെ ഞാൻ മാത്രം പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കോമ്പറ്റീഷൻ വേണം, എനിക്ക് നല്ല റാങ്ക് വാങ്ങിക്കണം. തേജ പറഞ്ഞു കഴിഞ്ഞാൽ 4 പേരുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ഞാൻ കണ്ടതാണ് ഒരു ക്വസ്റ്റ്യൻ എന്നെ ഏറ്റവും നന്നായിട്ട് സഹായിച്ചത്. അത് ഭയങ്കര ഒരു ഡിഫറൻസ് ആയിരുന്നു. അത്രയും നാളും ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിൽ വന്നിട്ടാണ് ഞാൻ ഇവരെ +2 കാണുന്നത്. അപ്പം ഓൺലൈനിൽ അത്ര കണക്ഷൻ നമ്മൾ വല്ലപ്പോഴൊക്കെ വിളിക്കും, എക്സാമിനേഷനൊക്കെ കഴിയുമ്പോൾ അത്ര ഇതില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൂടുതലും എൻ്റെ ബ്രെയിൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളായിരുന്നു. പക്ഷേ ഓഫ്ലൈൻ ആയപ്പോൾ 4 ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു എനിക്ക്. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ അത് ഭയങ്കര ഒരു അല്ലേ 4 ബ്രെയിൻ, അത് ഭയങ്കര ഒരു ഡയലോഗായി പോയിട്ട് 4 ബ്രെയിൻ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന എഫേർട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പല കുട്ടികളും ചെറുപ്പത്തിലൊക്കെ പഠിച്ചാൽ എവിടെയെങ്കിലും വെച്ച് ആഗ്രഹങ്ങളൊക്കെ ചിതറി പോകുന്നു. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് വന്ന് ഇപ്പോഴും ഒരുമിച്ചിരുന്ന് മെഡിക്കൽ കോളേജിൽ പഠിക്കണമെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. ടെസ, നിങ്ങൾ 2 പേരും ഈ പറയുന്ന പോലെ LKG തൊട്ട് ഒരുമിച്ച് പഠിച്ച് അത്രയും തിക് ഫ്രണ്ട്സ് ആയിട്ട് എപ്പോഴൊക്കെയോ അറിയാതെ അറിഞ്ഞ് MBBS സ്വപ്നം കണ്ടതാണ്. അപ്പോൾ തേജ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഡോക്ടർ ആകാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ടെസയും ഡോക്ടർ ആകാം എന്ന് കരുതിയതാണോ, അതോ അല്ല നിങ്ങൾ 2 പേരും ഞങ്ങൾക്ക് 2 പേർക്കും ആ വഴിയെ നടക്കാൻ തന്നെയാണ് ഇഷ്ടം, അങ്ങനെ എന്തായിരുന്നു ആ ഒരു മോട്ടിവേഷൻ ശരിക്കും? ഫൗണ്ടേഷനിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് 9th-ലായിരുന്നു. അപ്പം ഇവരെല്ലാം അവിടെ വെച്ച് ഞാൻ കണ്ടു. തേജനെ അല്ലെങ്കിലും തേജനെ മെറിനെയും സൺഡേ സ്കൂളിൽ വെച്ച് തന്നെ അറിയാമായിരുന്നു. പിന്നെ അവിടെ വെച്ചപ്പം എനിക്ക് 9th-ൽ ജോയിൻ ചെയ്തു, ഇവർ നേരത്തെ ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു പുതുമയായിരുന്നു, ഭയങ്കര ന്യൂ ടോപ്പിക്സ് ഒക്കെ പഠിക്കാൻ. അപ്പോൾ അതിനൊക്കെ ഇവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പം ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് കാരണം തന്നെയാണ് എനിക്ക് ഡോക്ടർ എന്ന ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടാണ് അല്ലേ? ആര് എങ്ങോട്ട് മാറിയാലും നിങ്ങൾക്ക് വിഷമവും അല്ലേ, എപ്പോഴും കൂടെ നിൽക്കുമ്പോൾ അതിൻ്റെതായ ശക്തിയും ഉണ്ട് അല്ലേ? ആ ശക്തി ഇനി ഫ്യൂച്ചറിലും നിങ്ങൾ കാണിക്കുമല്ലോ അല്ലേ? അങ്ങനെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെയാണ് മുന്നോട്ട് ഒരുമിച്ച് പോകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് പറഞ്ഞാലോ? കുറേ നേരമായിട്ട് നിൽക്കുന്നു. ഞാൻ അത്യാവശ്യം നല്ല പ്രായമായതുകൊണ്ട് എനിക്ക് കാലമായിട്ട് വേദന എടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് പ്രായമൊന്നും തോന്നുന്നില്ല കേട്ടോ. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു കാര്യം. അതിൽ ഏറ്റവും ഞാൻ ഈ പറയും പോലെ ഏറ്റവും LKG തൊട്ട് പഠിച്ചു വരുന്നു. പിന്നെ നമ്മൾ ഒന്നിച്ച് ചിലപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കാണാതിരിക്കാം. പക്ഷെ നിങ്ങളിതേ കണ്ടെന്ന് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ലൈഫിൻ്റെ ഒരു ഡിസിഷൻ എടുത്ത സമയത്ത് 4 പേരും അത് ഒന്നിച്ചെടുത്തു. പക്ഷെ അതിൽ ഒരാൾക്ക് പോലും ആ തീരുമാനം അവളെ തീരുമാനമല്ല, എനിക്ക് വേണ്ട എന്ന് വിചാരിക്കാനും തോന്നിയില്ല. അത് തോന്നാത്തോണ്ടാണ് അതിനു വേണ്ടി പഠിച്ച് വൈറ്റ് കോട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിൽ ഒന്നിച്ച് വന്ന് നിന്ന് ഈ ബട്ടർഫ്ലൈ പാർക്കിലും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണോ അത്ഭുതമാണോ അതോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ശരിക്കും ഒരു എന്താ പറയുന്നത് ഫ്രണ്ട്ഷിപ്പിൻ്റെ വില മാത്രമല്ല, നിങ്ങളുടെ ഡിറ്റർമിനേഷൻ, നിങ്ങളുടെ ചോയ്സ് ഓഫ് ഫ്രണ്ട്സ് എപ്പോഴും നമുക്ക് ഒരു റൈറ്റ് പാത്വേ തരുന്നു നമ്മൾ എപ്പോഴും പറയും അല്ലേ? അതുപോലെ ഫ്രണ്ട് ഇൻ നീഡ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കിതേ ഈ ബട്ടർഫ്ലൈ പാർക്കിൽ നിങ്ങളെ കാണുമ്പോൾ ഓർമ്മ വരും.
മക്കളെ, അപ്പോൾ അഡ്മിഷൻ്റെ ആ ഒരു കൗൺസിലിംഗ് സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും 4 പേർക്കും ഈ പറയുന്ന പോലെ ഒരുമിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ വരണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇനി കിട്ടുമോ, മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടോ, എന്താവും, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു ഉറപ്പായിട്ടും അഡ്മിഷൻ നടക്കുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഏത് കോളേജ് കിട്ടും, ഏത് ചൂസ് ചെയ്യണം, ഇതിനേക്കാളും നല്ലത് മാറിപ്പോകുന്ന ഉണ്ടായിരുന്നു. തീർച്ചയായും ഞാൻ എന്തായാലും ഞങ്ങൾക്ക് 4 പേർക്കും കോമൺ ആയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് കിട്ടാനൊരു സാധ്യത ഉണ്ടെന്നറിയാം. പിന്നെയും ഞങ്ങളുടെ ചോയ്സ് ഡിഫറെൻ്റ് ആയിട്ട് മാറിപ്പോകുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഇവർ 3 പേരും കൂടെ ഉണ്ടാവണമെന്ന് നമ്മുടെ കൂട്ടത്തിൽ. പിന്നെ ഏറ്റവും അവസാനം എല്ലാം അലോട്ട്മെന്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഷെയർ ചെയ്തു അങ്ങോട്ട് എല്ലാവരും കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അപ്പം ഭയങ്കര സന്തോഷമാണ്. അതെ, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ വന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ കയറി കുറച്ച് കഴിയുമ്പോഴായിരിക്കും ബാക്കി കുട്ടികളൊക്കെ ആയിട്ടൊരു ഇൻട്രാക്ഷനൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര എക്സൈറ്റഡ് ആയിരുന്നു അവരോടും, നിങ്ങൾ ഈ ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് വരുന്നതെന്നൊക്കെ പറയാൻ, അല്ലെങ്കിൽ അത് കേട്ടപ്പോൾ വെളിയിൽ നിന്നൊരു കുട്ടിയുടെ റിയാക്ഷൻ അതെന്തായിരുന്നു? എനിക്കിത് പറയാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ 4 പേരും ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വന്നത് അത് കേൾക്കുമ്പോൾ അവർക്കൊരു ഞെട്ടലാണോ, നിങ്ങൾ ചെറുപ്പം തൊട്ട് ഇങ്ങനെ പഠിച്ചാണോ, ഇപ്പം ഈവൻ ടീച്ചേഴ്സ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ ഞങ്ങൾ ഇതും പറയും, ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ അടുത്ത് വരുന്നതെന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആവും. എന്നിട്ട് ഞങ്ങളോട് പിന്നെയും ചോദിക്കും എത്ര ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ചു, അങ്ങനെ ചോദിക്കാറുണ്ട്. മോനെ, അപ്പം നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബങ്ങളെയും ഒന്ന് അടുപ്പിച്ചിട്ടുണ്ടാവണമല്ലോ. അപ്പോൾ അഡ്മിഷൻ്റെ സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്തും അവർക്ക് എൻ്റെ മോക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അതുകൊണ്ട് അവൾ നന്നായിട്ട് ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് അവർക്ക് കൊടുത്തിരുന്നു. അത് എങ്ങനെയായിരുന്നു ആ പാരൻസും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങൾ 4 പേരും ഫ്രണ്ട്സ് ആയിരിക്കുന്ന പോലെ തന്നെ ഇപ്പം ഞങ്ങളുടെ പേരൻസ് തമ്മിലും അവർക്കും അറിയാം, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം. ഞങ്ങൾ പഠനത്തിൻ്റെ കാര്യങ്ങളാകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാറുണ്ട് അവർ. പിന്നെ വിക്ടറി ഡേക്കൊക്കെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കണ്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചുരുക്കി പറഞ്ഞ വിക്ടറി ഡേക്കൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ 4 പേരെയും സ്കൂളിൽ നിന്ന് മാറി സ്കൂൾ കഴിഞ്ഞതിന് ശേഷം 4 പേരെയും ഒരുമിപ്പിച്ച് 4 പേരുടെയും അഭിപ്രായങ്ങളും എങ്ങനെയാണെന്നൊക്കെ തീരുമാനിക്കാൻ ഏറ്റവും ആദ്യം തുടക്കം കുറിച്ചിരുന്നത് വിക്ടറി ഡേ ആയിരിക്കുമല്ലോ അല്ലേ? റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും വെളിയിലൊക്കെ വെച്ച് കാണാറുണ്ടോ, അതോ? ഇടയ്ക്ക് കാണാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ചോയ്സിലോട്ട് വരുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും തന്നെ ഫസ്റ്റ് ചോയ്സ് കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെയായിരുന്നു. കുറേ നമ്മുടെ ചോയ്സ് എടുക്കുന്നതിന് മുന്നേ, ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും ഫൈനൽ ആ റിയൽ അലോട്ട്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റെപ്പ് എത്തിയപ്പം എല്ലാവരും കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെയാണ് കൊടുത്തത് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട്. ഫസ്റ്റ് ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ എന്ത് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു? ലൈക്ക് കിട്ടുമോ എന്നുള്ളതാണോ, അതോ ഇത് വേണോ, എന്ത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? വേറെ കോളേജ് ഇപ്പം ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കോളേജ് മാത്രമേ, മറ്റു പല ഫാക്ടേഴ്സും ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് അങ്ങനെ റാങ്ക് അനുസരിച്ച് വേറെ ഏതൊക്കെ കോളേജാണ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ പാരൻസ് പറഞ്ഞോ, അവർ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടല്ലോ അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞോ, അതോ എങ്ങനെയായിരുന്നു അവരുടെ ആ ഒരു ഇടപെടൽ? മെയിനായിട്ട് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് വളരെ നല്ലൊരു, കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു കോളേജ് തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അതും പ്ലസ് നമ്മുടെ ഇത്രയും ഫ്രണ്ട്സും വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാൻസ് ഇവിടെ ഉള്ളപ്പം ഇത് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തോന്നി. പേരൻസിന് ഞങ്ങൾക്കൊക്കെ അത് തന്നെയായിരുന്നു ഒരു നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഡിസിഷൻ തന്നെയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ്. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ബ്രില്യൻ്റ് തൊട്ട് 10ാം ക്ലാസ്സിൽ ഫൗണ്ടേഷൻ വന്ന് ചേർന്ന് അവിടെ തൊട്ട് പഠിച്ചു വരുമ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചൂസ് ചെയ്ത് MBBSലോട്ട് എത്തി നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെയും നമ്മളെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ, ഒത്തിരി പേര് ഇങ്ങനെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കായിട്ട് നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പിനപ്പുറം നിങ്ങളുടെ സ്റ്റഡീസിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് ഇപ്പം നമ്മുടെ പേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനപ്പുറം മെറിന് എന്താണ് പറയാനുള്ളത്? എനിക്കും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. കാരണം ഞങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തു എന്ന് എനിക്കിപ്പോഴും ഞാനങ്ങനെ വിചാരിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇപ്പം നമുക്കറിയാം അനാട്ടമി, ഡിസെക്ഷൻ, ഞങ്ങളിപ്പോൾ ആൽഫബറ്റിക് ഓർഡർ നോക്കി ആ ഒരു രീതിയിലാണ് ആ ഒരു ഡിസെക്ഷൻ ടേബിൾ വൈസ് നോക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് പേര് ടേബിളിലാണോ? അല്ല, ഞങ്ങൾ പല ടേബിളിലൊക്കെയാണ്, അവർ രണ്ടുപേരും സെയിം ടേബിളിലാണ്. അപ്പം അങ്ങനെ TT ആയതുകൊണ്ട് അവർ സെയിം. അപ്പം നമുക്കറിയാം ഓരോ ടേബിള് അപ്പോൾ ഓരോ ടേബിള് ബോഡി തമ്മിൽ വ്യത്യാസം. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഡിസ്കസ് ചെയ്യും, നിങ്ങൾ എന്താണ് കണ്ടത്. അപ്പം അങ്ങനത്തെ ഇപ്പോഴും ഉണ്ട് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ. കുറച്ചുകൂടെ നമ്മുടെ സ്റ്റഡീസിന് ഇത്, കാരണം ഒരു ബോഡി കണ്ട് മറ്റേ സാധാരണ കുട്ടികളൊക്കെ ഒരു ബോഡി കണ്ട് അത് പഠിച്ച് പിന്നെ അടുത്ത ബോഡി കണ്ട് അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരേ സമയം തന്നെ ഒരുപാട് 4 ബോഡി കണ്ട് പഠിക്കുന്നതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് അതിൽ ഭയങ്കര സന്തോഷമാണ്. എവിടെയും പ്ലസ് ഇഫക്റ്റേ ഉള്ളൂ നിങ്ങൾക്ക് അല്ലേ? എൻ്റെ മോനെ, ഈ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയതിൽ ഒരുപാട് നേട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഇത്രയും വർഷത്തിനിടയിൽ മനസ്സിൽ
അൺഫോർഗറ്റബിൾ ആയിട്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് കുറേ മൊമെന്റുകൾ നിങ്ങൾക്ക് ഏറ്റവും അൺഫോർഗറ്റബിൾ ആയിട്ടുണ്ടാവാം. അതിൽ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഒരു മൊമെന്റ് എന്തായിരിക്കും? ഏറ്റവും ആദ്യം ഓർമ്മ ചെറുപ്പം മുതലേ കുറേ അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ 4 പേര് ഒരുമിച്ചുള്ളതിൽ ഏറ്റവും എനിക്ക് ഓർക്കാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് 4 പേരും കോട്ടയത്ത് അഡ്മിഷൻ കിട്ടി, കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ആ ഒരു ദിവസം, മെഡിക്കൽ കോളേജാണ്, ആ ഒരു ദിവസം തന്നെയായിരിക്കും. എല്ലാവർക്കും അവിടെ തന്നെയാണ് അലോട്ട്മെന്റ് കിട്ടിയത് എന്നറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലേ ഉള്ള മൊമെന്റുകളെല്ലാം ഓവർകം ചെയ്യുന്ന വലിയൊരു മൊമെന്റ് ആയിരുന്നു അല്ലേ? തീർച്ചയായും. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്? എൻ്റെ ഒരു അൺഫോർഗറ്റബിൾ മെമ്മറി എന്ന് പറയുന്നത് ഞങ്ങൾ 4 പേരും ഒരേ ബെഞ്ചിലിരുന്ന പഠിക്കുന്ന ആ ഒരു മൊമെന്റ്സ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കോളേജിലാണോ അതോ ബ്രില്യന്റിലാണോ അതോ സ്കൂളിലാണോ? ഞങ്ങൾ റെസിഡൻഷ്യൽ സ്കൂളിലായിരുന്നല്ലോ. അപ്പം ഞങ്ങളിപ്പോഴും 4 പേരും ഒരേ ബെഞ്ചിലായിരുന്നു ഇരുന്ന് പഠിച്ചത്. അപ്പം മെഡിക്കൽ കോളേജിൽ ഇച്ചിരി ഒക്കെ സെപ്പറേറ്റഡ് ആയി, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടിക്കൽസ് ഒക്കെ മാറി. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ 4 പേര് ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ആ ഒരു മൊമെന്റ്സ് ആണ് എനിക്ക് അൺഫോർഗറ്റബിൾ. അതെ, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ അത് രജിസ്റ്റർ. ഇത് തന്നെയാണ് തേജ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിച്ചതും. ഒരു ക്വസ്റ്റ്യൻ വരുമ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എനിക്ക് ഡൗട്ടാണെങ്കിൽ ഇവരോടൊക്കെ തന്നെ ചോദിച്ചത് ക്ലിയർ ചെയ്ത് അത് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ഇവരുണ്ടായിരുന്നു കൂടെ. അപ്പോൾ അത് ഓർക്കുന്നതാണ് ഏറ്റവും സന്തോഷം. അപ്പോൾ ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാനായിരിക്കുമല്ലോ ആഗ്രഹം? അതെ. അതോ ഇനി PG ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അതോ അത്രയും ഡീപ്പായിട്ട് ഇപ്പോഴേ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല? ആ ഒരു അവസ്ഥ എന്താണ് ഇനിയുള്ള പഠനത്തിൽ? ഇപ്പം MBBS ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഒരു ഡിസിഷൻ എടുക്കണം. അപ്പോൾ ആ സമയത്തുള്ള ചിലപ്പം നിങ്ങളുടെ ഓരോരുത്തരും പഠിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ സബ്ജക്റ്റിനൊക്കെ ഒരു ഇഷ്ടക്കുറവും ഇഷ്ടക്കൂടുതലും ഒക്കെ വരുമല്ലോ. അതിനനുസരിച്ചുള്ള മാറ്റങ്ങളിലേക്ക് പോകാം എന്ന് തന്നെയാണ് തീരുമാനം. അപ്പോൾ ആ തീരുമാനം നന്നായിട്ടിരിക്കട്ടെ. ഒരുപാട് കൂട്ടുകൂടിയാൽ പഠനത്തിൽ നിന്നൊക്കെ ഒന്ന് വഴിമാറി പോകുന്നു, സംസാരിച്ച് സമയം കളയുന്നു. പണ്ടേയുള്ള കുട്ടികളാകുമ്പോൾ ഭയങ്കര തിക്ക് ഫ്രണ്ട്സായിട്ട് ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ മറ്റു കുട്ടികളോടൊന്നും ഇൻട്രാക്ട് ചെയ്യാതെ ചെറുതായിട്ടെങ്കിലും അവരുടെ ആവശ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആഗ്രഹത്തിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് പോകുന്നൊക്കെയുള്ളത് എനിക്ക് തോന്നുന്നു പല പാരൻസിൻ്റെയും അല്ലെങ്കിൽ പല ആൾക്കാരുടെയും വറിയാണ്. അതിന് ഒരു പരിഹാരം അതൊന്നുമല്ല, ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനനുസരിച്ച് ഒരു പക്ഷേ മെഡിക്കൽ സ്വപ്നം കാണാതിരുന്ന അല്ലെങ്കിൽ അത് ആഗ്രഹിക്കാതിരുന്ന ആൾക്കാരെ പോലും അതിലേക്ക് കൊണ്ടുവരാൻ ഇതിൽ ചിലർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ ഒന്നിച്ച് പല വഴികളിലൂടെ നടന്നു വന്ന് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ഒന്നിച്ച് പിന്നെ ഒരേ വഴിയെ നടക്കാൻ തീരുമാനിച്ചവരാണ് ഇവർ. ഒരേ വഴിയെ നടക്കുമ്പോൾ എല്ലാ തരത്തിലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒരു പക്ഷേ ആ ഒരു സഹായവും ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ വിലയും അത് തന്നെയാണ് ഇവരെ ഒരുമിച്ച് മെഡിക്കൽ കോളേജിൻ്റെ ബെഞ്ചിലും കൊണ്ടിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞതുപോലെ ഫ്യൂച്ചറിൽ ഇവർക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ വഴികൾ എന്തു തന്നെ ആയാലും ചിലപ്പോൾ PG എടുക്കുമ്പോഴൊക്കെ മാറിപ്പോയാലും മനസ്സുകൊണ്ടും ഇവരുടെ ബാക്കി എല്ലാം കൊണ്ടും ഇവർ നല്ല സുഹൃത്തുക്കളായി തന്നെ തുടരും. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഒരു പാഠമാകട്ടെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.